അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സുഡിയോ ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സുഡിയോയിൽ ഇയർ ഇൻ സെയിൽ നടന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നാണ് കേട്ടോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ജനുവരി 1 തൊട്ട് ജനുവരി 31 വരെയാണ് ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ സുഡിയോയിൽ പോയപ്പം അവിടുന്ന് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫറിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ജനുവരി 1 മുതൽ ജനുവരി 31 വരെ ഓഫർ ഉണ്ടെങ്കിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ജനുവരി 30-നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ ആ ഒരു ടൈമിൽ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ആ ഒരു സെയിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം സെയിലിലുള്ളതാണ്. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന പഞ്ചാബിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്വെറ്റേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വിൻ്റർ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇതെല്ലാം സ്വെറ്റർ ടൈപ്പാണ്. സ്വെറ്ററിൽ തന്നെ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളതും ത്രെഡ് വർക്കൊക്കെ ഉള്ള, അതായത് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള കുറേ നല്ല ഭംഗിയുള്ള സ്വെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ മൊത്തം വിൻ്റർ കളക്ഷൻസ് തന്നെ ആയിരുന്നു. ഈ കാണിക്കുന്നതൊക്കെ സ്വെറ്ററിൽ പെട്ടതാണ്. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്വെറ്ററുകളായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മുടെ പാർട്ടി വെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന കണ്ടല്ലോ, ഇതെല്ലാം 99 റുപ്പീസിന് വരുന്ന ടീഷർട്ടുകളാണ് കേട്ടോ. നമുക്ക് സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളറും നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന അതുപോലത്തെ കളറുകളായിരുന്നു എല്ലാതും. ടീഷർട്ടുകളൊക്കെ എല്ലാം നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം 99 റുപ്പീസാണ്. പിന്നെ ഈ കാണിക്കുന്ന ടോപ്പുകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സസ് ഇല്ലേ, ഡ്രസ്സസിൽ വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള കുറച്ച് ടോപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം 299 റുപ്പീസിനായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഇതും പിന്നെ കുറച്ച് 99 റുപ്പീസിൽ വരുന്ന കുറച്ച് ടീഷർട്ടുകളാണ് കേട്ടോ. ടീഷർട്ടിനും അതുപോലെ തന്നെ സ്വെറ്റ് ഷർട്ടിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കളേഴ്സിലായാലും അതുപോലെ തന്നെ സൈസും എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെ ഉണ്ടായിരുന്നു സൈസ്. പിന്നെ ഇതും നല്ല ക്വാളിറ്റിയുള്ള എല്ലാം 299 റുപ്പീസിന് വരുന്ന സ്വെറ്റ് ഷർട്ടുകളാണ്. എന്താ പറയുക, ക്വാളിറ്റി ഒന്നും പറയാനില്ല. 299 റുപ്പീസിനൊന്നും എവിടെയും കിട്ടില്ല കേട്ടോ ഇതുപോലത്തെ സ്വെറ്റ് ഷർട്ടുകളൊന്നും. ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ മുമ്പൊരു ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീച്ച് കളർ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിന് വൈറ്റ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെക്കൻഡ് വൺ കണ്ടോ, ഗ്രീൻ്റെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ മൊത്തം സ്വെറ്റ് ഷർട്ടും അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ സെക്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. ഞാനത് അതിൽ നോക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെല്ലാം 199 റുപ്പീസിൻ്റെ കുർത്തീസാണ് കേട്ടോ. ഇതിൽ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ കാണിക്കുന്ന അത്രയും കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലാ സൈസിലുള്ളതും അവർ സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് എക്സ്ട്രാ സ്മോൾ മുതൽ XXL, XXL വരെയുള്ള സൈസുകളിൽ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ കാണിക്കുന്നത് മൊത്തം, അതായത് ഈ ഒരു സെക്ഷൻ മൊത്തം 299 റുപ്പീസിന് വരുന്ന, അതായത് പാർട്ടി വെയർ കളക്ഷൻസും കുർത്തീസും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ പാൻസും ഉണ്ടായിരുന്നു 199 റുപ്പീസിന് വരുന്നത്. ഇതൊക്കെ കുറച്ച് നമ്മുടെ പലാസോ പോലത്തെ ഒക്കെ പ്രിൻ്റഡ് ആയിട്ടുള്ള പാൻറ്റുകൾ വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന എല്ലാം 299 റുപ്പീസിനാണ് ഓഫർ. ഇതെല്ലാം 799, അതുപോലെ 899, 999 ഒക്കെ വരുന്ന എന്താ പറയുക ടോപ്പുകളാണ് കേട്ടോ. ഇതെല്ലാം ഡ്രസ്സസ് ആയിട്ടുള്ളതൊക്കെ. ഈ ഡ്രസ്സുകളെല്ലാം 299 റുപ്പീസിനാണ് ഇപ്പോൾ അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ എണ്ണം ഇതിൽ സ്റ്റോക്ക് ഔട്ടായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിൽ പോയതുകൊണ്ട് തന്നെ നല്ലതൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രിൻ്റുകളും നല്ല പാറ്റേണൊക്കെ ഉള്ള ഡ്രസ്സുകൾ തന്നെ ആയിരുന്നു കേട്ടോ.
എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും എനിക്കപ്പോൾ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോഴാണ് കുറേ എണ്ണം നല്ലത് തന്നെ കണ്ടുപെടുന്നത്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ആ ഒരു ടൈമിൽ എനിക്ക് അത്രയും ബോധം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അത് പിന്നെ എന്തായാലും ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പഴയ റേറ്റിലേക്ക് തന്നെ ഇടും. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ എന്തോ ഞാൻ എടുത്തില്ല ആ ഒരു ടോപ്പൊന്നും. ഒരു ടോപ്പ് മാത്രം കേട്ടോ ഞാൻ ഈ ഒരു 299 റുപ്പീസിൽ നിന്ന് എടുത്തത്. അപ്പം ഈ ഒരു വൈറ്റൊക്കെ കേട്ടോ, ഇതൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നതുണ്ട്. പിന്നെ കുറേ പ്രിൻ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് കേട്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു വൈറ്റിൽ പ്രിൻ്റ് വന്നിട്ടുള്ള. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കുറേ കളേഴ്സിലും അതുപോലെ തന്നെ എന്താ പറയുക ഡിസൈൻസിലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എടുക്കാനും കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലായിരുന്നു കേട്ടോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് നമ്മളുടെ ഏതാണോ നമ്മുടെ സൈസ് ആ ഒരു സെക്ഷനിൽ മാത്രം പോയിട്ട് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുമ്പം അവർ അതായത് ഒരു ടോപ്പ് തന്നെ എല്ലാ സൈസും ഇങ്ങനെ ഒരുമിച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഓഫറിൽ ഇട്ടതെന്ന് പറയുമ്പം അവർ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സൈസാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ളത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും നല്ല സുഖമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു XXL കണ്ടോ, അതിൽ ഫുള്ളായിട്ട് XXL മാത്രം, അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിലായിരുന്നു കേട്ടോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈസ് നോക്കിയിട്ട് പോയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ടോപ്പുകളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് കുറച്ചൊക്കെ ടൈം എടുത്ത് സാവധാനമൊക്കെ നോക്കിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ എടുത്തിട്ട് വരാൻ പറ്റുമായിരുന്നു. പിന്നെയെന്ന് പറയുമ്പം ഞാൻ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ എനിക്കറിയില്ല കേട്ടോ ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ടാവുമെന്ന്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ, സെയിലുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കയറി നോക്കിയപ്പോഴാണ് ഇത്രയും കളക്ഷൻസ് അവിടെ കാണുന്നത് പോലും. ഹസ്ബൻഡിൻ്റെ മുകളിലേക്ക് പോയിട്ടോ, മുകളിലുള്ള ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത്രയും കളക്ഷൻസ് അവിടെ കാണുന്നത്. പിന്നെയാണ് കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ഡ്രസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സെക്ഷൻ കാണിച്ചില്ല, അതെല്ലാം 99 റുപ്പീസിൻ്റെയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാനും പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനായാലും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായാലും എല്ലാം നല്ല ടൈപ്പിലുള്ള മെറ്റീരിയലും ആയിരുന്നു കേട്ടോ ആ ഒരു കുർത്തീസൊക്കെ. പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന വീഡിയോ ക്ലിപ്പെല്ലാം അവരുടെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ്. ചെരുപ്പൊക്കെ ഓഫറിലുണ്ടായിരുന്നു, അതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. കുറേ എണ്ണം സൈസൊന്നും ഇല്ലാത്തതുണ്ട്. പക്ഷെ ഈ പുതിയ കളക്ഷൻസിൽ എല്ലാ സൈസിലും എല്ലാ എന്താ പറയുക ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫുൾ കളക്ഷൻസ് ആയിട്ട് അവർ എല്ലാ സ്റ്റാൻഡിലും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഞാൻ ഇത്രയൊന്നും സ്റ്റുഡിയോയിൽ മുന്നേ പോയിട്ടൊന്നും ഇത്രയും ഫില്ല് ചെയ്ത് വെച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ, അതായത് ഇയർ ഇൻ സെയിൽ കഴിയാറായ ഒരു ടൈമിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഫില്ല് ചെയ്തൊക്കെ വെച്ച് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് കളക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോകുന്ന എന്താ പറയുക കാർഗോ പാൻറ്റ്സ്, അതിലേക്ക് വരുന്ന എന്താ പറയുക ടീഷർട്ട്, പ്രിൻ്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ, ഷർട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പ്രൈസൊന്നും എനിക്ക് ചിലതിൻ്റെ ഒന്നും അത്ര അഫോർഡബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു സെക്ഷനിലൊക്കെ പോയത്. പിന്നെ പുതിയ പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാർഗോ പാൻറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു എന്താ പറയുക, ഇപ്പോൾ വിൻ്റർ ടൈമും കൂടിയല്ലേ ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ ആ ഒരു പാൻറ്റൊക്കെ വരുന്നത്. ഒരു ബനിയൻ മെറ്റീരിയൽ, അതായത് ഒരു സ്വെറ്റ് ഷർട്ടിൻ്റെ ഒക്കെ പോലത്തെ പാൻറ്റാണ് കേട്ടോ അതൊക്കെ വരുന്നത്. മാത്രമല്ല അതിലൊക്കെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കളർ ഓപ്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് വിൻ്ററിലും സമ്മറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ, ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഈ ഷർട്ടൊക്കെ നല്ല ഫ്ലോറൽ പ്രിൻ്റായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ മെറ്റീരിയലും നല്ലതായിരുന്നു. അതിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടില്ലേ, ഒരേ
ഒരു ടോപ്പാണെന്നുണ്ടെങ്കിലും അതിലെല്ലാ സൈസും ഇങ്ങനെ അടുപ്പിച്ചായിരുന്നു കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓഫറിൽ അവരെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നതില്ലേ ഇത് നമുക്കൊരു നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ടും അതിലേക്ക് പാൻറ്റുമായിട്ട് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ടാഗിൽ. ഇതും അതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് വന്നിട്ട് ഷോർട്സാണ് കേട്ടോ. ഷോർട്സും അതുപോലെ തന്നെ അതിലേക്ക് വരുന്നൊരു ടീഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രിൻ്റ് ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഈ ഒരു ടൈപ്പിലുള്ള നൈറ്റ് വിയേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സും നമുക്ക് ലേഡീസിനൊക്കെ അറിയുമ്പം പിങ്കൊക്കെ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല ഇന്നർവിയേഴ്സിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സുഡിയോ സെയിലിൽ നിന്ന് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിനും രണ്ടുപേർക്കും കൂടെ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇത്രയും കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡ്രസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പാൻറ്റും ടീഷർട്ടും മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ്. അപ്പം ഇതാണ് ഒരു ടീഷർട്ട് വരുന്നത്. ഇത് പിന്നെ സെയിലിലുള്ളതല്ല കേട്ടോ, സെയിലിലുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ഈ ഒരു ടീഷർട്ടാണ്. ഇതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 399 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിനൊക്കെ നല്ല വെറുത്താണ് കേട്ടോ. ഇതിന് മുന്നേ ഇതുപോലത്തെ സെയിം മെറ്റീരിയൽ വേറൊരു ടീഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാൻറ്റാണ്, ഒരു ജോഗർ ടൈപ്പ് പാൻറ്റാണ്. മുന്നേ ഒരെണ്ണം ഇതുപോലത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെയിം ഗ്രേ കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 ആണ് കേട്ടോ. ഇതും ഓഫറിൽ സെയിലിലുള്ളതല്ല. ഒരു അത്യാവശ്യം എന്താ പറയുക, ജോഗർ ടൈപ്പ് ആണെങ്കിലും താഴെ വന്നിട്ട് എലാസ്റ്റിക് ടൈപ്പൊന്നും അല്ല, രണ്ട് പോക്കറ്റൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിങ്ങൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എൻ്റെ ഡ്രസ്സാണ്. ഇനി എനിക്ക് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കവറിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കുറച്ച് ടീഷർട്ടും പിന്നെ കുറച്ച് ടോപ്പുമാണ് കേട്ടോ ഉള്ളത്. ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ സെയിലുള്ള, ഞാൻ എടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് സെയിലുള്ളതാണ് കേട്ടോ. ഇത് 99 റുപ്പീസിൻ്റെ ഒരു ടീഷർട്ടാണ്. ലാർജ് സൈസാണ്. എനിക്ക് ശരിക്കും എക്സ്ട്രാ സ്മോളാണ് സൈസ്, പക്ഷെ ഞാനിത് ലാർജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 199 റുപ്പീസിൻ്റെ ഇപ്പോൾ ഓഫറിൽ 99 റുപ്പീസിനാണ് കേട്ടോ. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പർപ്പിൾ കളറ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തം പ്ലെയിൻ വൈറ്റാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് ടീഷർട്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് വന്ന് ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. ഇത് പക്ഷേ മീഡിയം ആണ്. ഇതിൻ്റെ ലാർജ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മീഡിയം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ. രണ്ട് ടീഷർട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ട്. ഇതിലൊരു മോങ്ക് ട്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് വൺ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. 99 റുപ്പീസിനൊക്കെ നല്ല മെറ്റീരിയലും ആണ് കേട്ടോ സ്റ്റുഡിയോൻ്റെ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള ഇതും 199 റുപ്പീസിൻ്റെ. ഇതിപ്പോൾ ഓഫറിൽ 99 റുപ്പീസ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു 299 റുപ്പീസിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് ടോപ്പാണ് കേട്ടോ. ഒരു ലോങ് ടോപ്പാണ് ഇത്. പക്ഷേ ആക്ച്വൽ പ്രൈസ് 699 റുപ്പീസാണ്. ഓഫറിൽ പക്ഷേ 299 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് വരുന്നത്. കാണുന്നില്ലേ? സ്ലീവ് വന്നിട്ട് ഇത്രയും ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണിത്. ഇതിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ
അതുപോലെ സ്ലീവും നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനാണ്. ഇതൊന്നും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ, കാരണം വിൻ്ററാണ്. ഓരോ ഡ്രസ്സും ഇങ്ങനെ മാറി മാറി ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. 2 സ്ലീവിലും ഇതുപോലെ ടാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് എഡ്ജിൽ. പിന്നെ ഇതൊരു എക്സ്ട്രാ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് കുറച്ച് ടാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് കേട്ടോ. ഇത്രയും ഉണ്ട്. നല്ലൊരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് 2 സ്ലീവിലും. ഈ സെയിം ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ താഴെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ത്രെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയും ഇതുപോലെ ടാങ്കിൾസ് ഉണ്ട്. 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് സൈസിലുള്ളവർക്കും ഇതിട്ടാൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 299 റുപ്പീസിന് ഇത് വർത്തായിട്ട് എനിക്ക് തോന്നി. ഇതാണ് കേട്ടോ അപ്പോൾ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ടോപ്പ്. വീഡിയോ എനിക്ക് ഹസ്ബൻഡാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ താഴെയുള്ള വർക്കുകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് 2 സ്ലീവിലും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 99 റുപ്പീസിൻ്റെ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോളാണ്. അപ്പം എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് കളേഴ്സും ഡിസൈൻസും ഉണ്ടായിരുന്നു അവിടെ. ഇത് 99 റുപ്പീസ് എന്ന് പറയുമ്പം ഈ ഒരു റേറ്റിന് നല്ല വർത്താണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 299 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 299 റുപ്പീസാണ്. ഇതിപ്പം 99 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. ഇതാണ് ഫസ്റ്റ് ടോപ്പ് കുർത്തി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ വൈറ്റ് ഉള്ള ടോപ്പാണ് കേട്ടോ. വൈറ്റ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു. ഇത് ഒരുപാട് ഡീറ്റെയിലിംഗ് എന്ന് പറയാനൊന്നുമില്ല. ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും പറയാനില്ല. ഇതിന് 399 റുപ്പീസാണ് കേട്ടോ. പക്ഷേ ഇതിപ്പം 99 റുപ്പീസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പ്ലെയിനാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതിലും കുറച്ചധികം ടോപ്സുകളാണ് ഉള്ളത്. പിന്നെ കുറച്ച് ടീഷർട്ടും ഉണ്ടായിരുന്നു. ഇത്രയും ടീഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം 99 റുപ്പീസിൻ്റെ ടോപ്പുകൾ തന്നെയാണ് കേട്ടോ. എനിക്ക് നാട്ടിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇവിടെ സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ടോപ്സ് എടുത്ത് ഈ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് പിന്നൊരു ഷോപ്പിൽ ചെന്നാലും കിട്ടൂല. നല്ല ടോപ്പുകളാണ്. ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പെട്ടെന്ന് കാണിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഉള്ളതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് എല്ലാം ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ആണ് കേട്ടോ. അതിൻ്റെ നെക്കിൽ ചെറുതായിട്ടൊരു ഡീറ്റെയിലിങ്, വലിയ അധികമൊന്നുമില്ല, ചെറിയൊരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും അതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 299 റുപ്പീസാണ്. അതിപ്പം 99 കേട്ടോ കിട്ടിയിട്ടില്ലേ. നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ. വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇവിടെ ഒരു ഫുള്ളായിട്ട് താഴെ വരെ ബട്ടൺസ് വരുന്ന ഇതാണ്. ഇവിടെ ഇത്രയും ഭാഗം ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, പക്ഷെ താഴെ വരെ ബട്ടൺസ് ഉണ്ട് കേട്ടോ. പക്ഷെ വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ടോപ്പിൽ കൊടുത്തിട്ടില്ല. ഇതിൽ 399 റുപ്പീസായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 99 കിട്ടി. അപ്പോൾ ഇതാണ് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ് അടുത്ത ടോപ്പ്. സെയിം വൈറ്റിൽ. എനിക്ക് എടുത്തതിൽ കൂടുതലും വൈറ്റ് തന്നെയാണ്, അതിനോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നിയത്. ബാക്കിയുള്ള പ്രിൻ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പം വൈറ്റിലുള്ളത് തന്നെ എടുത്തു. ഇതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ താഴെ വരെ വന്നിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ സ്ലീവും കുറച്ച് നല്ലതായിട്ട് തോന്നി കേട്ടോ. ഇതിപ്പം ഈ ഒരു ബട്ടൺസ് തന്നെ സെയിം ഇതിൻ്റെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഒരു പഫ് സ്ലീവ് പോലെയാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്ലീവൊന്നും നോർമലായിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് കുറച്ചൊരു ഇവിടെ എന്താ പറയുക, കുറച്ചൊരു എക്സ്ട്രാ പൈപ്പിംഗ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ബട്ടൺസൊക്കെ കൊടുത്തിട്ട്. ഇതാണ് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും സ്ലിറ്റ് ഉണ്ട് കേട്ടോ, സൈഡിൽ എല്ലാ ടോപ്പിനും സ്ലിറ്റ് ഉള്ളത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. അതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് പൈപ്പിംഗ്. വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇതിന് പറയാനില്ല. ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ കാര്യങ്ങൾ. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രേ കളർ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഒട്ടുമിക്ക ടോപ്പിനും ഇതുപോലെ ഒരു വീനക്കായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിലും അതുപോലെ നെക്കും അതുപോലെ തന്നെ സ്ലീവും സെയിം പാറ്റേണിലാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു പൈപ്പിങ്ങും പിന്നെ എക്സ്ട്രാ ഒരു ത്രെഡ് വെച്ചിട്ടുള്ളൊരു ഡിസൈനിങ്ങും. ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇതും ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം എല്ലാ ടോപ്പിൻ്റെയും നെക്കും സ്ലീവും വരുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാടൊന്നും പറയാനില്ല. സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിനും, 99 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ എടുത്ത കുർത്തീസ്. എല്ലാം 99 റുപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് കിഡ്സിൻ്റെ ടീഷർട്ടാണ് കേട്ടോ. കിഡ്സ് പറയാൻ പറ്റില്ല, കുറച്ചൊരു ടീനേജേഴ്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടീഷർട്ടാണ് കേട്ടോ. ഇതൊരു 69 റുപ്പീസാണ് കേട്ടോ എല്ലാ ടീഷർട്ടിനും വരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 299 റുപ്പീസാണ്. പക്ഷെ എല്ലാം ഇപ്പോൾ 69 റുപ്പീസിൽ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിലിൽ. ഇവിടെ ഒരു സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് മാറുന്ന രീതിയിലുള്ളൊരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ നെക്സ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 169, ഇപ്പോൾ 69 റുപ്പീസിനാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സ്ലീവും അതുപോലെ തന്നെ താഴെയും വന്നിട്ട് ഇതുപോലെ ഓവർലോക്കിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്തോണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നോർമൽ സ്ലീവ് അല്ല ഉള്ളത്. ഇതാണ് കേട്ടോ ഒരു അടുത്ത ടീഷർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 4 ഷെയ്ഡിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് അടുത്തത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവും സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. ഓവർലോക്കാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും സ്ലീവും അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും 69 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ സൈഡിൽ വന്നിട്ടൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു പിങ്കും പർപ്പിൾ വൈറ്റ് ഒക്കെ ഒരു കോംബോ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ്. അപ്പം അത്രയൊക്കെയാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് പീസായിട്ട് ഈ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് 99 റുപ്പീസിന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചപ്പലാണ് കേട്ടോ. ഇത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള എന്താ പറയുക ഡിസൈനിലുള്ള ചപ്പൽ എടുക്കണമെന്ന് കുറേ കാലമായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണത് ഈ ഒരു റേറ്റിനും കൂടെ കിട്ടുക എന്ന് പറയുമ്പം നല്ല വെറുത്തല്ലേ. ശരിക്കും ഇതിനൊരു 299 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പം 99 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചെരുപ്പും കൂടെ എടുത്തു. പിന്നെ ഒരു 69 അല്ല 49 റുപ്പീസിൻ്റെ 49 റുപ്പീസിൻ്റെ ഒരു ലിപ് ബാമും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹണി ഫ്ലേവർ ആയിട്ടാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. മുന്നേ ഞാനൊരു ബബിൾ ഗം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലതായിരുന്നു കേട്ടോ. ഇത് പക്ഷേ എനിക്കതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമായില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ സുഡിയോന്ന്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ സുഡിയോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ്. ഡ്രസ്സുകൾ തന്നെ ആയിരുന്നു മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം 99 റുപ്പീസിന് കുർത്തീസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എല്ലാം നല്ല വെർത്തായിട്ട് തോന്നി. നാട്ടിലെന്തായാലും ഞാൻ 150 രൂപയെങ്കിലും കൊടുത്തിട്ട് ഒരു ടോപ്പൊക്കെ നമ്മൾ നോർമലി വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റേറ്റിന് നമ്മൾ ഓഫറിൽ വാങ്ങിച്ചാൽ എന്തായാലും നമുക്ക് വെർത്താവും. ഇതിന് മുന്നേ ഞാൻ സ്റ്റുഡിയോന്ന് ഒറ്റൊരു പ്രോഡക്റ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ലിപ് ബാം ഒഴികെ ബാക്കി ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് സ്റ്റുഡിയോയുടെ പ്രോഡക്റ്റൊക്കെ ഈ ഒരു ഓഫറിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എടുത്താണ് കേട്ടോ ഇത്രയും ഐറ്റംസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലേത് പ്രോഡക്റ്റാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.